എന്റെ ഉമ്മാക്ക് ഇഷ്ടമാണ്. പക്ഷെ മീൻസ് എന്റെ ഒരു വീഡിയോ വരുന്നതായാലും ഇതായാലും ഉമ്മക്ക് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ എല്ലാരും ഇപ്പൊ അത്ത ഉൾപ്പെടെ എല്ലാരും ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ഉമ്മക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ എല്ലാരും ഞാൻ ടിക്ടോക്ക് ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരു കുഞ്ഞൊക്കെ കരുതരും. ഞാൻ ആരും പറയും തമ്പുരാൻ എന്റെ വീഡിയോ വൈറലാവില്ല എങ്ങനെ ഇട്ടിരുന്നേ. അവിടെ നിന്നാണ് ഇവിടം വരെ എത്തിയതല്ലേ? പരിപാടി നിർത്തിയാലേ. ഞാൻ ടിക്ടോക്ക് നിർത്തിപ്പോയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം നിർത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് എന്നെ കൊണ്ടിടുകയാണ്. ജാസ്മിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ജാസ്മിന്റെ വീട് ഇപ്പോഴും സ്ട്രിക്റ്റ് ആണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം അവള് എത്രയും എന്റെ ഫ്രണ്ട് അവളെ വീട്ടിൽ അങ്ങനെ ഒറ്റക്കൊന്നും പുറത്തേക്ക് വിടത്തില്ല. അവൾ ആകെ ലൈഫിൽ പുറത്തേക്കൊന്നും വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ. ഞാൻ ഫാമിലി അല്ലാണ്ട് ഒറ്റയ്ക്ക് എവിടെയും പോകാത്ത ഒരാളാണ്. ഞാൻ റൂമിൽ മാത്രം ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് പുറത്ത് ഫ്രണ്ട്ഷിപ്പ് എന്താണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോയാലുള്ള സന്തോഷം എനിക്ക് ഒന്നും അറിയില്ല. ഒരു കമന്റ് ഞാൻ പറയാം. അപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് വന്നിരിക്കുന്നത്, ട്രിപ്പിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ വരും, ഓ ജാസ്മിനെ എവിടെയും വിടാത്ത ആൾ ഇപ്പൊ കണ്ടില്ലേ, അവൾ പറഞ്ഞത് അവളെ ഫുൾ ഉഡായിപ്പ. പക്ഷെ എനിക്കറിയാം അവളുടെ വീട്ടിൽ നിന്ന് എത്ര കോള് വരുന്നുണ്ട്. അവളുടെ ഉമ്മാടി ഉപ്പ അവൾ എത്രത്തോളം അതിന്ന് അവൾ അത്രയും നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് അറിയാം അവൾ എത്രത്തോളം ഈ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ വന്നതിൽ ഇതുണ്ട്. അവൾക്ക് നല്ല വിഷമം. പക്ഷെ പുറത്തുനിന്നുള്ളവർ കാണുന്നത് ഇവള് ഫുള്ള് ഉഡായിപ്പ. കാരണം നമ്മൾ അറിയാണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ ആൾക്കാർ ഇവിടെ എന്തോരം പോയതാ. ഇപ്പൊ അവൾക്ക് ഉപ്പൊന്നും വേണ്ട. അല്ലെങ്കിൽ എന്താണ് ഇന്റർവ്യൂ നമ്മൾ മുമ്പ് എടുത്താക്കി നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ ഫ്രണ്ട്സിന്റെ കൂടെ വല്ലപ്പോഴും ഒന്ന് പോകണം. ഒന്നിനും വേണ്ടിയിട്ടില്ല. നമ്മുടെ ലൈഫിൽ ചേച്ചി നമ്മളിപ്പം പണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രമേ ഇരിക്കുള്ളൂ എന്നൊന്നും ഇല്ല. ചിലപ്പോ മുന്നോട്ട് പോകുമ്പോ നമ്മൾ അങ്ങോട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ആൻമേരിയുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടോ? ഞാൻ ജീവിതമേ തുടങ്ങിയത് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ. പക്ഷെ ഇപ്പൊ കൊച്ചിനെ നോക്കണ അമ്മയാട്ടോ. അമ്മയാണ്. അല്ല, തുടങ്ങിയപ്പം ഭയങ്കര പ്രശ്നം. അതായത് വീട്ടുകാർക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ഇരുന്നൊരു ഇൻകം കിട്ടുന്നുണ്ട് കുറച്ച് നാല്. ഇപ്പൊ അമ്മയൊക്കെ ഫസ്റ്റൊക്കെ അമ്മ വീഡിയോയിലൊന്നും തലയെ കാണിക്കില്ല ആരാണെങ്കിലും, ഫാമിലിയിൽ ആരും. പിന്നെ പുറത്തൊക്കെ പോകുമ്പം അവരുടെ ഒരു വീഡിയോ കണ്ടാൽ ആൾക്കാർ ചിലപ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ചോദിക്കും ഇന്ന ആളുടെ അമ്മയല്ലേ. അപ്പൊ അമ്മ എന്നോട് എന്താ നീ വീഡിയോ ചെയ്യത്ത്, നാളെ തന്നെ നീ വീഡിയോ ഇടണം. ഇപ്പൊ അമ്മ എന്നോട് ഇങ്ങനെയാണ് പറയാറ്, എന്താ വീഡിയോ ചെയ്യത്ത്, വീഡിയോ ഒക്കെ കറക്റ്റ് മുടങ്ങാതെ ഇടണം എല്ലാരും കൊണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെയുള്ള എല്ലാരും കണ്ടോ, നീ മാത്രം എന്താ ഇങ്ങനെ, നീ എന്താ ഗ്രൂപ്പിങ്ങിന് പോകുമ്പോ ഫോൺ കൊണ്ടാത്ത, നീ എന്താ ഫോട്ടോ എടുക്കത്തെന്നാണ് എന്റെ അമ്മ ഇപ്പൊ ചോദിക്കുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ചേച്ചി പറഞ്ഞാൽ നേരത്തെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് ഒരു ലാഭമില്ല, അവർക്കൊരു ലാഭമില്ല. ലാഭം മൊത്തം നമുക്കാണ്. നമുക്ക് കുറച്ചും കൂടെ സെൽഫ് കോൺഫിഡൻസ് കിട്ടും, സെൽഫ് ലവ്. നമുക്ക് തന്നെ നമ്മളെ ഒന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ തോന്നുന്നത് എനിക്ക് പല കമന്റ്സും കാണുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ ലാസ്റ്റ് ഉള്ളിൽ നമ്മൾ കരയെങ്കിലും നമുക്ക് എന്താ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ചേച്ചി അടിക്കുക